തെളിവ് ചോദിക്കണ്ട, മരിച്ചാൽ കേൾക്കും, മരിച്ചാൽ കേൾക്കും, ഇല്ലെങ്കിൽ മരിച്ചു നോക്കേ, അപ്പൊ കേൾക്കും അറിയാലോ. എന്നിട്ട് അവിടെ വെച്ച് കാണാം നമുക്ക് ഇൻഷാ അല്ലാഹ്. മരിച്ചാൽ കേൾക്കും. അഞ്ചാമത്തെ ബന്ധമാണ്, അഞ്ചാമത്തെ ബന്ധമാണ് പുനർജീവിതത്തിലെ ബന്ധം. നമുക്കിപ്പോ അത് സമ്പൂർണ്ണ ബന്ധമാണ്, അത് സമ്പൂർണ്ണ ബന്ധം. ഇവിടെ നമുക്ക് തിരുവനന്തപുരത്ത് പോകണമെന്ന് വെച്ചാൽ വണ്ടി കയറണം, ഇവിടെ ബസ് കാത്ത് നിൽക്കണം, ആ ബസ് കയറിയിട്ട് പാരിപ്പള്ളി ഇറങ്ങിയിട്ട് അവിടെ നടത്ത ബസ് കയറി തിരുവനന്തപുരത്ത് ഇറങ്ങിയിട്ട് ഓട്ടോ വിളിച്ച് അവിടെ പോയാലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. എന്താ? ജഡപ്രധാനമാണ് ദുനിയാവ്, ജഡപ്രധാനം എന്ന് പറഞ്ഞാൽ ആത്മാവിന് യാതൊരു സ്ഥാനമില്ല. ജഡം കൂടെ പോയാലേ തിരുവനന്തപുരത്ത് പോകാൻ പറ്റുകയുള്ളൂ. മരിച്ചു പോയാൽ അവരുടെ ജഡത്തിന്റെ ഒരു അവകാശമില്ല, ആത്മപ്രധാനമാണ്. അഥവാ അവിടെയാണ് നമ്മുടെ വിഷയത്തിന്റെ ബന്ധം. ജഡം നമ്മുടെ ആത്മാവിനെ തടവറയിലാക്കിയിരിക്കുകയാണ്. ആത്മാവിന് സ്വൈര്യമായിട്ട് വിവരിക്കാൻ അനുവദിക്കില്ല. ജഡം കൂടെ പോയാലേ നടക്കുകയുള്ളൂ. എന്നാൽ അവിടെ പോയാലോ അവിടെ ആത്മപ്രധാനമാണ് ജഡപ്രധാനം. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഈ പറയുന്ന കാര്യങ്ങളെ കൊണ്ട് നീ അശ്രദ്ധനായിരുന്നു, നിനക്കതിനെ പറ്റി ഒന്നും സംസാരിക്കാൻ കഴിവില്ലായിരുന്നു, അതിനെപ്പറ്റി നിനക്കൊന്നും പറയാൻ കഴിവില്ലായിരുന്നു, ചിന്തിക്കാനുള്ള കഴിവ് നിനക്കില്ലായിരുന്നു. നീ അശ്രദ്ധനായി നടന്നു. നിന്റെ മൂടിയെ നാം അങ്ങ് മാറ്റിയിരിക്കുകയാണ്, നിന്റെ മൂടിയെ, കണ്ണിന്റെ മൂടിയെ അങ്ങ് മാറ്റിയിരിക്കുകയാണ്. ഇന്നത്തെ കണ്ണിന്റെ കാഴ്ച നല്ല കാഴ്ചയുള്ളതാണ്, മൂർച്ചയുള്ള കാഴ്ചയാണ്. നമുക്ക് പറയാമെന്ന് മനസ്സിലാവൂല. അതിൽ നിന്നും നീ അശ്രദ്ധന, അത് ചിന്തിക്കുന്നേ ഇല്ല നീ. ആഖിറത്തിൽ വരുമ്പോൾ അല്ലാഹ് പറയുന്ന കാര്യം ദുനിയാവിൽ വെച്ച് നമ്മൾ പഠിപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് നിന്റെ മൂടി, കണ്ണിന്റെ മൂടി, ഒരു മൂടി ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അത് കാണാൻ കഴിയാത്തത്. ആ മൂടിയനാ മാറ്റി, ആ മൂടിയനാ മാറ്റിയിരിക്കുകയാണ്. ഇന്നേ ദിവസം നിന്റെ കാഴ്ച അപാരമായ കാഴ്ചയാ, നല്ല കാഴ്ചയാണ് നിനക്കുണ്ടാവുക, നല്ല കാഴ്ചയാണ് ഉണ്ടാവുക. ചിലർക്ക് നല്ല കാഴ്ച ദുനിയാവിൽ വെച്ച് തന്നെ ഉണ്ടാവും. നല്ല കാഴ്ച ഉണ്ടാവുന്നവരുണ്ടല്ലോ, ഈ ചിലരെ കണ്ണ് നോക്കിയിട്ട് നീ പറഞ്ഞാൽ അത് സംഭവിക്കും. ഓ നല്ല വീടാണെന്ന് പറഞ്ഞാൽ പിറ്റേന്ന് ഇടിഞ്ഞു വീഴും. നിന്റെ കണ്ണിന് വല്ലാത്ത കാഴ്ചശക്തിയാണ് വിശുദ്ധ ഖുർആൻ. കാഴ്ചശക്തി മാത്രമല്ല, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ഉദ്ഘാടക പ്രസംഗികൻ പറഞ്ഞതുപോലെ റൂഹുകൾ തമ്മിൽ സംസാരിക്കുമത്രേ. ഉറക്കത്തിൽ സംസാരിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നും ഒരാൾ മരിച്ചെന്നിരിക്കട്ടെ, ഈ മാങ്കോണം എന്ന് പറയുന്ന പ്രദേശത്ത് അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ, ഒരാൾ മരിച്ചെന്നിരിക്കട്ടെ, അദ്ദേഹം പള്ളിക്കാട്ടിൽ മടവൂര് കൊണ്ട് കബറടക്കം ചെയ്യപ്പെടുമ്പോൾ, കബറടക്കം ചെയ്യപ്പെട്ട അദ്ദേഹത്തിന്റെ ആത്മാവ് മറ്റുള്ള ആത്മാക്കൾ കാണുമ്പോൾ, അഥവാ ഇവിടെ നിന്ന് വരുമ്പോൾ മറ്റുള്ള മടവൂരിൽ നിന്നും മാങ്കോണത്തിൽ നിന്നും മുമ്പ് മരിച്ചിട്ടുള്ള ആൾക്കാർ, അതല്ലെങ്കിൽ ഇവിടെ പ്രദേശത്ത് നിന്ന് മരിച്ചിട്ടുള്ള ആൾക്കാരുടെ റൂഹുകൾ ഇങ്ങനെ നടക്കുകയാ. ആ റൂഹുകൾ പറയും, അറിഞ്ഞോ ഇന്നയാൾ അബൂബക്കറിന്റെ ഉമർ മരിച്ചിട്ടുണ്ട്, ഇപ്പൊ വന്നിട്ടുണ്ട്, നമുക്ക് അവിടുത്തെ വിശേഷമൊക്കെ ചോദിക്കാം. ഉള്ള കാര്യമാണ് പറയുന്നത്. അത് സുണ കാണിച്ചു. അവര് പറയുകയാണ്, ഇന്നയാള് വന്നിട്ടുണ്ട്, ഇന്നയാള് വന്നിട്ടുണ്ട്, നമുക്ക് ചോദിക്കാം. എല്ലാവരും എടുക്കാൻ കൂടുമ്പോ ചിലര് പറയും വേണ്ട, അവര് വലിയ വേദന അനുഭവിച്ചല്ലേ വന്നിരിക്കുന്നത്, വളരെ ബുദ്ധിമുട്ടിയല്ലേ, ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ, നമുക്ക് ഇവിടെ ഉണ്ടല്ലോ, ഇനി അങ്ങോട്ട് അവർ പോകില്ലല്ലോ, നമുക്ക് പിന്നെ ചോദിക്കാനെന്ന് പറഞ്ഞത്. അവര് വന്നിട്ട് തന്റെ നാട്ടിൽ നിന്നും മരിച്ചു വന്ന റൂഹിനെ ചെന്നിട്ട് ചോദിക്കുന്നത്, ഓരോ കാര്യങ്ങൾ ചോദിക്കും. ഇന്നയാൾ എന്ത് ചെയ്യുന്നു, ഇന്നയാൾ ഇന്ന പെണ്ണ് എന്ത് ചെയ്യുന്നു, ഇന്ന വീട്ടിലെ ഫാത്തിമാടെ ആമിനായെ കിട്ടിച്ചോ, മുഹമ്മദ് മുസ്തഫ. ആമിനായി ഫാത്തിമായി മാറ്റിയ ഭാഗ്യശരി. ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ. ഇന്നയാളിനെ കെട്ടിച്ചോ, ഇന്നയാളിനെ കെട്ടിച്ചോ എന്ന് പരസ്പരം ചോദിക്കും അത്രേ. എല്ലാ ചോദിക്കും. ഇന്നയാളോടെ ഉണ്ടാ 8 കൊല്ലമായ ആയുഷ്കാല ഇമാം സക്കരിയ ഉസ്താദ് അവിടെ ഉണ്ടോ, ഇപ്പോഴും ഉസ്താദ് എന്നെ മടവൂരിപ്പ് ആരാ, അസിസ്റ്റന്റ് ആരാ, മോദിൻ ആരാ, അതാരാ, ഇതാരാ എന്നൊക്കെ ചോദിക്കും. ഉള്ളതാ ചോദിക്കും. അവിടെ പ്രസംഗം നടന്നതല്ലേ, സ്റ്റേജിൽ 3 പേരുണ്ടെന്ന്, മുജീബ് ഫാറൂഖി MD മൗലവിയൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കും, പരസ്പരം സംസാരിക്കുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകനെ പഠിപ്പിക്കുന്നു. എന്തിനേറെ ആരൊക്കെ കുളിപ്പിക്കുന്നു, ആരാണ് കഫൻ ചൊരിയുന്നത്, ആരാണ് ചുമക്കുന്നത്, ആരാണ് തൽക്കീറുന്നത്, ആരാണ്
നിസ്കരിക്കുന്നത്, ആരാണ് കബറിൽ പല വെക്കുന്നത്, ആരാണ് മണ്ണിട്ട് മൂടുന്നത്, ആരാണ് ചെടി വെക്കുന്നത്, ആരാണ് വെള്ളം വീട്ടുന്നത്, ആരൊക്കെയാണ് ആ മക്കളെ വളർത്തിയിട്ട് ഒരുപാട് കഷ്ടപ്പാടുകളെ പഠിച്ചുകൊണ്ട് വേദന കിടക്കുന്നുണ്ട്. ആ മക്കളെ വളർത്തിയിട്ട് മക്കളോട് പറയാ, നിങ്ങൾ നല്ലതുപോലെ ജീവിക്കണേ. അന്യാഭിലാഷമായിട്ട് പൊന്നോന്റെ കയ്യിൽ പിടിച്ചിട്ട് നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് ആ പ്രിയപ്പെട്ട പിതാവ് മരിക്കാൻ നേരത്തെ പറയുമ്പോഴേ നീ നാട്ടിൽ കൊളുത്തനുണ്ടാകുമല്ലോ. ഒരുപാട് പ്രശ്നങ്ങളുള്ള നാടാണ് നമ്മുടെ നാട്. നല്ലതുപോലെ ജീവിക്കണേ. എല്ലാ പക്കത്തിനും പള്ളികൾ കയറി നിസ്കരിക്കണേ. വല്ലപ്പോഴായിരിക്കും കബറിൽ വന്നിട്ട് ഒരു സലാം പറഞ്ഞ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് നിന്റെ പ്രിയപ്പെട്ട മുത്ത നിന്നോട് പറഞ്ഞിട്ടില്ലേ? നിന്റെ അമ്മ നിന്നോട് പറഞ്ഞിട്ടില്ലേ? എന്റെ പെങ്ങളെ, നിന്റെ അമ്മ നിന്നോട് യാത്ര പറയുമ്പോ നിന്റെ ഭർത്താവ് നിന്നോട് യാത്ര പറയുന്ന വിഷയത്തില് അല്ലയോ പ്രിയപ്പെട്ടവളെ, ഞാൻ മരിക്കാൻ പോവുകയാണ്. ഒരുപാട് ജീവിച്ചില്ല, നമ്മള് ജീവിച്ച് കുടിതീർന്നിട്ടില്ല. മക്കളെ നല്ലതുപോലെ വളർത്തണം, മക്കളെ ആത്മീയങ്ങളെ കൊണ്ട് പഠിക്കണം, മക്കളെ നല്ലതുപോലെ നോക്കണമെന്ന് പറഞ്ഞിട്ട് ഭാര്യ ഭാര്യയോട് യാത്ര പറഞ്ഞ് ഭർത്താവ് പോകുന്നു. ഭർത്താവെന്ന് പോവാ ഒരാണ്ടെന്ന് കഴിഞ്ഞ പിന്നെ അങ്ങനെ ഒരു ഭർത്താവുണ്ടായിരുന്നെന്ന് ചിന്തയില്ല, അങ്ങനെ ഒരു വാർത്ത ജീവിച്ചിരുന്നെന്ന ചിന്തയില്ല, അങ്ങനെ ഒരു വസിയത്ത് ചിന്തയില്ല. എന്നാലും ഓർത്ത് നിന്റെ ഉപ്പ, നിന്റെ അമ്മ, നിന്റെ ഭർത്താവ് ആ പള്ളിപ്പാട്ടിൽ കിടന്നുകൊണ്ട് ഇതെല്ലാം നേരിട്ട് കണ്ടുകൊണ്ട് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയല്ലേ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ പ്രവാചകനെ പറയുകയാണ്, നിങ്ങളുടെ അടുത്ത ബന്ധുക്കളുടെ മേൽ, നിങ്ങളുടെ അകന്ന ബന്ധുക്കളുടെ മേൽ, നിങ്ങളുടെ സഹോദരങ്ങളുടെ മേൽ നിങ്ങളുടെ എല്ലാം അമലുകൾ വെളിവാക്കപ്പെടുകയാണ്. നിങ്ങളുടെ അമലുകൾ നിങ്ങളുടെ സഹോദരന്മാരുടെ, നിങ്ങളുടെ കൂട്ടുകുടുംബാദികളുടെ മേൽ നിങ്ങളുടെ അമലുകളെല്ലാം വെളിപ്പെടുത്തുകയാണ്. അത് നല്ലതാണെങ്കിൽ, സൽക്കർമാണെങ്കിൽ സൽക്കർമാണെങ്കിൽ, അവർ മരിക്കുമ്പോൾ പറഞ്ഞിട്ട് പോയതുപോലെയാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ അതുകൊണ്ട് അവർ സന്തോഷിക്കുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതാ. അത് കണ്ടുകണ്ടവർ സന്തോഷിക്കുന്നു. നിങ്ങളെല്ലാം നിന്റെ പ്രവർത്തനമെങ്കിൽ, ഹൈറായ ജീവിതമല്ല നീ നയിക്കുന്നതെങ്കിൽ അവർ പൊട്ടിത്തുറന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞാനിങ്ങോട്ട് വരാൻ നേരത്ത് അവരോട് നല്ലതുപോലെ ജീവിക്കാൻ പറഞ്ഞിട്ടാകുന്നത് അവന് തന്നോടിയായി ജീവിക്കുന്നു, അവന് മധ്യഭാഗിയായി ജീവിക്കുന്നു, അവന് സിനിമാലോകത്തോട് കൂട്ടുകൂടിയിരിക്കുന്നു, അവൻ വേണ്ടാത്ത പ്രവർത്തനങ്ങൾ ചെയ്തിരിക്കുന്നു. അല്ലാഹുവേ എന്റെ മോനെ നീ മരിപ്പിക്കല്ലേ അല്ല, എന്റെ ഭർത്താവിനെ നീ മരിപ്പിക്കല്ലേ അല്ല. അവർക്ക് നീ സമ്മാനം കാണിച്ചു കൊടുക്കണയല്ല. അവര് സമ്മാനം സിദ്ധിക്കുന്നത് പറഞ്ഞ് കാണിച്ചു കൊടുക്കണയല്ല. നമ്മളെ സന്മാർഗികളാക്കിയതുപോലെ എന്റെ മക്കളെയും മരുമക്കളെയും ചെറുകുട്ടികളെയും എന്റെ ഭാര്യയെയും എന്റെ ഭർത്താവിനെ എന്നോരോ റൂഹുകളും കിടന്ന് പറയണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആർക്കാണ് നിർത്താൻ കഴിയുക, ആർക്കാണ് ചോദ്യം ചെയ്യാൻ കഴിയുക? ചെഞ്ചുണ്ടികളിൽ നിന്ന് ഇവർ അസത്യത്തിന്റെ ലാഞ്ചനതോടുണ്ടെന്നിട്ടില്ലാത്ത, ഒരിക്കൽ പോലും തമാശയ്ക്ക് പോലും കളരെന്തെന്ന് അറിഞ്ഞിട്ടില്ലാത്ത സാധുക്കളുടെ നീരേ സാധുക്കളുടെ വസ്തുക്കൾക്ക് എല്ലാം കണ്ടുകൊണ്ട് കിടക്കുക. കക്കോടിയും കെട്ടി വലിച്ചുകൊണ്ട് പോകൂലേ അതുവഴി. അവർ കണ്ടുകൊണ്ട് കിടക്കുക. എല്ലാം മരിച്ചു പോകുന്നൊരു മനുഷ്യന്റെ റൂഹ്, മരിച്ചു പോകുന്നൊരു മനുഷ്യന്റെ റൂഹ് ഒരു മലക്കിന്റെ കയ്യിലാവുള്ളത്. ആ മലക്ക് ഈ ജനാസയോടൊപ്പം സഞ്ചരിക്കുന്നു. ജനാസയോടൊപ്പം ആ മലക്ക് സഞ്ചരിച്ചിട്ട് ഓരോരുത്തരും അവനെ പറ്റി പറയുമ്പോൾ മലക്ക് പറയും, റൂഹേ എന്നെ പറ്റി ഇന്നത് പറയുന്നു, കേട്ടോ 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 കേട്ടോ. ഇതങ്ങോട്ട് മലക്കുകൾ പറഞ്ഞു കൊടുക്കുന്നു. ആ മലക്ക് ആ ജനാസയോടൊപ്പം സന്ദർശനം നടത്തുക, സഞ്ചരിച്ചു. അവസാനം ആ മനുഷ്യനെ കബറിൽ വെക്കുമ്പോൾ, ആ മനുഷ്യനെ കബറിൽ വെച്ച് അടക്കുമ്പോൾ ആ മലക്ക് ആ റൂഹിനെ അവിടെ വെച്ച് പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ എല്ലാം കേൾപ്പിച്ചു കൊടുക്കുന്നു.
എല്ലാം കേൾപ്പിച്ചു കൊടുക്കുന്ന ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ ഇത് പിന്നെ ഏത് സംശയം വരില്ല. കാരണം അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പൊ അമേരിക്കയിൽ നിൽക്കുന്നവരെ കണ്ടു വിളിക്കാൻ കഴിയുന്നു. ഹോസ്പിറ്റലാകട്ടെ, മാർക്കറ്റിലാകട്ടെ, കുടുംബശ്രീക്കാകട്ടെ, ഏത് പല്ലാത്തിലായിരുന്നാലും ആ പള്ളിയുടെ മുമ്പിലൂടെ നീ പോകുമ്പോൾ ആ മാവിന്റെ മൂട്ടിൽ കൊണ്ടുകൊണ്ട് നീ ബസ് കയറാൻ വരുമ്പോ ഒരു വേറെ നിന്റെ കണ്ണ് പള്ളിയിലേക്കൊന്ന് പോയിക്കണേ. എന്നിട്ട് ആ കബറിൽ കൊടുക്കുന്നതിന്റെ ഒപ്പം നിന്റെ ഓമ്പ നിന്നാകാതെ പെട്ടെന്ന് തന്നെ വേർപെട്ടു പോയ നിന്റെ മക്കൾ അവർക്ക് വേണ്ടി കിട്ടുമെന്ന് നന്ദികൊണ്ട് അസ്സലാമു അലൈക യാ സൗജി, അസ്സലാമു അലൈക യാ ഹബീബി, അസ്സലാമു അലൈക യാ ഉമ്മി എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ടൊരു സലാം പറയാതെ പോകല്ലേ. ബിസ്റുബ്നു ബറാഇബിൽ മഅറൂർ റളിയല്ലാഹു തആല അൻഹു ബറൂസലമയിലെ മനുഷ്യനാ. ബിശ്ർ ബിൻ ബറാഇബിൻ മഅറൂർ റളിയല്ലാഹു തആല അൻഹു മരണപ്പെട്ടപ്പോൾ പ്രിയപ്പെട്ട ഉമ്മാക്ക് ദുഃഖം സഹിക്കാൻ കഴിയുന്നില്ല. ഒരു ഉമ്മാക്ക് മകനോടുള്ള ദുഃഖത്തെക്കാൾ ഏറ്റവും വലിയ ദുഃഖമേടാ ഭർത്താവ് മരിച്ച ഭാര്യയ്ക്കില്ലാത്ത ദുഃഖമല്ലേ ഒരു മാതാവ് ഒരു പിതാവ് മരിച്ചു പോയാലുള്ള ദുഃഖമോ? ആ ദുഃഖത്തില് ആ ബറാഇബിൻ മഅറൂർ പ്രിയപ്പെട്ട അദ്ദേഹം മരണപ്പെട്ടു പോകുമ്പോൾ അദ്ദേഹത്തിന്റെ മാതാവ് വിഷമിച്ചുകൊണ്ട് ബുദ്ധിമുട്ടിക്കൊണ്ട് വൈമനസ്സത്തോടെ പോയിട്ട് ആദരവായ പ്രവാചകന്റെ സന്നിധാനത്തിൽ വന്നിട്ട് എനിക്കൊരു കാര്യം ചോദിക്കാറുണ്ട്. എന്റെ പൊന്നു മകൻ ബിസ്ർ മരിച്ചുവോ? എന്റെ ബിസ്ർ മരിച്ചുവോ?